ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കണ്ടെയ്നർ എന്താണ്. കണ്ടെയ്നർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സിനെയാണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് ഒബ്ജക്റ്റ് ഒരു ഒബ്ജക്റ്റ് ഒറ്റ ഗ്രൂപ്പാണ്. ഇതിനെയാണ് നമ്മൾ കണ്ടെയ്നർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ ഈ ഒരു എക്സാമ്പിളിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ ഇത് ഇത്രയും ഒരു കണ്ടെയ്നറാണ് അല്ലേ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഇത്രയും ഒരു കണ്ടെയ്നറാണ്. പിന്നെ ഇത് ഇത്രയും ഒരു കണ്ടെയ്നറാണ്. ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സിനെയാണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഇത് ഇത്രയും ഒരു കണ്ടെയ്നറാണ്. ഓക്കെ. ഇനി നമ്മളൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കണ്ടെയ്നറാണ് സെറ്റ് ചെയ്യണത്. കണ്ടെയ്നറിൻ്റെ അളവ് സെറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മളെപ്പോഴും മാർജിൻ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇത് നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ സൈസാണ് 1440. അതാണ് നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ സൈസ്. ഇനി നമുക്കൊരു കണ്ടെയ്നറിൻ്റെ സൈസ് നമ്മൾ സെറ്റ് ചെയ്യണം. കണ്ടെയ്നറിൻ്റെ സൈസ് എത്ര വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഞാനിതുപോലെ ഒരു റെക്റ്റാങ്കിൾ എടുത്ത് വരച്ചു. ഇവിടെ നോക്കിയാൽ 1276 ആണ് നമുക്ക് കിട്ടിയത്. ഞാൻ ഇതിൻ്റെ ഒരു സൈസ്, അതായത് കണ്ടെയ്നറിൻ്റെ സൈസ് ഒരു 1200 കൊടുക്കുകയാണ്. 1200 എങ്ങനെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ 4 × 300 അതാണ് 1000. അത് 4ൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഞാൻ ഇവിടെ 1200 കൊടുത്തു. സാധാരണ വെബ്സൈറ്റൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മാർജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് 1140 അല്ലെങ്കിൽ 1200 അല്ലെങ്കിൽ 1280 പിക്സലൊക്കെ ആയിരിക്കും. വൈഡ് ലേഔട്ട് ആണെങ്കിൽ 1280 പിക്സലിൻ്റെ സൈസായിരിക്കും നമ്മൾ കണ്ടെയ്നർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കി വെച്ചേക്കുക. കൺഫ്യൂഷൻ വരുന്നെങ്കിൽ എത്ര കൊടുക്കണമെന്ന് അറിഞ്ഞൂടാന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിലൊരു വാല്യൂ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ കണ്ടെയ്നർ ഈ ഒരു അളവിൽ നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. ഇനി നമ്മൾ മാർജിൻ സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഇപ്പോൾ 1200 കൊടുത്തിരിക്കുന്നത് അല്ലേ. ഞാൻ 1440 മൈനസ് 1200. 1740 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെസ്ക്ടോപ്പിൻ്റെ ഫ്രെയിമിൻ്റെ അളവാണ്. ഈ 1200 എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോണ കണ്ടെയ്നറിൻ്റെ അളവാണ്. അതിൽ നിന്ന് മൈനസ് ചെയ്ത് നമുക്ക് 240 കിട്ടി. അതിനെ ഡിവൈഡ് ബൈ 2 കൊടുക്കുമ്പോൾ 120 കിട്ടും. ഇനി അതാണ് ഞാനിവിടെ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഗട്ടർ ഞാൻ 16 കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടെയ്നർ സെറ്റ് ചെയ്യണത്. ഓക്കെ. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ നമ്മൾ ഈ ഒരു ആരോ മാർക്കായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പ് ആൻഡ് ഡൗൺ ആരോ മാർക്കായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ കൂടുതലും ആരോ മാർക്കായിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ആരോ മാർക്കായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ചില സമയത്ത് നമുക്ക് ഒറ്റ ആരോ മാർക്ക് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന കറക്റ്റ് പിക്സൽ 8 പിക്സലോ 16 പിക്സലോ നമുക്ക് വരണമെന്നുണ്ട്. അല്ലെങ്കിൽ 4 പിക്സലോ 8 പിക്സലോ നമുക്ക് ഒറ്റ ഇതിൽ വരണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് നഡ്ജ് വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നഡ്ജ് വാല്യൂ അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്ഷനിൽ വരിക, ശേഷം ഇവിടെ വന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക നഡ്ജ് NUDGE. അപ്പോൾ നമുക്ക് നഡ്ജ് എമൗണ്ട് ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏറ്റവും കുറഞ്ഞത് 1, കൂടിയത് നമുക്ക് 12 എങ്കിൽ 12 ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ 8 ആണ് ക്രിയേറ്റ് ചെയ്യണത്. അതിനുശേഷം നോക്കിക്കോണം, ഞാനിവിടെ ഒരു ബോക്സ് റെക്റ്റാങ്കിൾ എടുത്ത് വരച്ചതിന് ശേഷം അതിൻ്റെ ഹൈറ്റ് ഒന്ന് 8 കൊടുക്കുകയാണ്. ഇതിപ്പോൾ 8 പിക്സലാണ്. ഞാനിത് ഇവിടെ കൊണ്ട് ഇതുപോലെ വെച്ചു. നോക്കിയോ, ഇപ്പോൾ നമ്മൾ ആരോ മാർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 1 പിക്സൽ താഴോട്ട് പോകും. ഇപ്പോൾ 1 പിക്സൽ താഴോട്ട് പോകും. ബട്ട് നമ്മൾ ഷിഫ്റ്റ് ആരോ മാർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 8 പിക്സൽ 8 പിക്സൽ താഴേക്ക് വരും. ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 8 പിക്സൽ താഴേക്ക് വരും. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ കൊടുത്ത വാല്യൂ അനുസരിച്ചായിരിക്കും പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വളരെ ഉപകാരപ്പെടുന്ന സംഭവം. ഇതുപോലെ എടുത്ത് നമ്മളിങ്ങനെ പതുക്കെ ഏറോ മാർക്ക് കൊണ്ട് വയ്ക്കാതെ ഒറ്റ പ്രസ്സിൽ നമുക്ക് എത്ര പോകണമെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ ക്ലിക്കിൽ അല്ല ഒരു പ്രാവശ്യം നമ്മൾ ഡൗൺ ആറോ ക്ലിക്ക് ചെയ്യുമ്പോഴോ അപ്പ് ആറോ ക്ലിക്ക് ചെയ്യുമ്പോഴോ എത്ര പോകണം, എത്ര വാല്യൂ മുകളിലേക്കും താഴേക്കും പോകണമെന്ന് വെച്ച് നമുക്ക് നഡ്ജ് എമൗണ്ട് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഗ്രിഡിൽ നമുക്ക് എങ്ങനെയാണ് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കിതൊരു കണ്ടെയ്നർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു കണ്ടെയ്നറാണ്. കണ്ടെയ്നർ സ്റ്റാർട്ട് ചെയ്തതും എൻഡ് ചെയ്തതും കറക്റ്റ് ഗ്രിഡ്സിലാണ്, ലേഔട്ട് ഗ്രിഡിലാണ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് അകത്ത് വരുന്ന സാധനങ്ങൾ കണ്ടു നോക്കിയേ, അകത്ത് വരുന്ന എലമെൻറ്റ്സ് ഗ്രിഡിലല്ല സെറ്റായിരിക്കുന്നത്. അത് ഈ കണ്ടെയ്നറിൻ്റെ അലൈൻമെൻറ്റ് അനുസരിച്ചാണ് അത് സെറ്റായിരിക്കുന്നത്. ബിഗിനേഴ്സായിട്ടുള്ള ഡിസൈനേഴ്സ് പലപ്പോഴും സംശയം ചോദിച്ചിട്ടുണ്ട്, ഈ അകത്ത് വരുന്നത് ഇതുപോലെ നമ്മൾ ഗ്രിഡിൽ സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആവുന്നില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഇതാണ് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത്. കണ്ടെയ്നറിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മാത്രം അലൈൻമെൻറ്റായി നോക്കിയാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ അത് ഓട്ടോമാറ്റിക്കായിട്ട്
അതങ്ങനെ തന്നെ ഇതിൻ്റെ അതായത് ഫസ്റ്റിൻ്റെ ലാസ്റ്റിൻ്റെ ഒബ്ജക്റ്റിൻ്റെ രീതിയിൽ അലൈൻമെൻറ്റ് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇത് ഇത്രയാണ് ഒരു കണ്ടെയ്നർ. നോക്കിക്കേ, അവരത് ഇവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവർ ഗ്രിഡിൻ്റെ റൂളോ കാര്യങ്ങളൊന്നും അവർ ഫോളോ ചെയ്തിട്ടില്ല. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ലൈൻ വരെ അവർ ഗ്രിഡിൽ നിന്ന് മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെയായിരിക്കണം നമ്മൾ ഗ്രിഡിൽ ഡിസൈൻ ചെയ്യണം. നമ്മൾ കൺഫ്യൂഷൻ വരെ എല്ലാം നമ്മൾ ഗ്രിഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള നിർബന്ധമൊന്നും പാടില്ല. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് കറക്റ്റ് ഗ്രിഡിൽ സെറ്റ് ചെയ്യുക. അത് തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. കാർഡിൽ കണ്ടില്ലേ ചെയ്തിരിക്കുന്നുണ്ടല്ലേ, കറക്റ്റ് കാർഡ് അവർ കറക്റ്റ് ഗ്രിഡ് സെറ്റ് ചെയ്തിരിക്കുക. ഈ പറഞ്ഞ ഐക്കൺ വരെ അവർ ഗ്രിഡിൻ്റെ നടുക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അലൈൻമെൻറ്റ് കറക്റ്റാണ്. അവിടെയാണ് നമ്മൾ ഗേറ്റ്സ് ഉപയോഗിക്കുന്നത്. എന്താ ഈ അലൈൻമെൻറ്റ് കറക്റ്റാണ്. അവിടെ നമ്മൾ ഗേറ്റ്സ് ഉപയോഗിച്ചു, ഇവിടെ നമ്മൾ ഗ്രിഡ് ഉപയോഗിച്ചു. അപ്പോൾ ഗ്രിഡ് സിസ്റ്റത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? 4 പോയിൻറ്റ് ഗ്രിഡും 8 പോയിൻറ്റ് ഗ്രിഡും. ഇത് ഡിസൈനിൽ നമുക്ക് എങ്ങനെ വർത്തിക്കാൻ പറ്റും നോക്കി പോകണം. ഈ എക്സാമ്പിൾ നോക്കി പോകണം. നോക്കിയേ, ഈ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റും ഈ ഒരു ടെക്സ്റ്റും തമ്മിലുള്ള ഇത് കണ്ടില്ലേ 16 ആണ്. ഇതും തമ്മിലുള്ള നോക്കിയേ 24 ആണ്. ഇതും തമ്മിലുള്ള നോക്കിയേ 32 ആണ്. അപ്പോൾ ഇവർ അവിടെ കറക്റ്റായിട്ട് 16 പിന്നെ 24 പിന്നെ പറയുന്നത് 32. അത് കറക്റ്റ് 8ൻ്റെ പിക്സൽസാണ് ഇവിടെ ഫോളോ ചെയ്ത് പോയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ കാർഡ്സ് ഉണ്ടല്ലേ, ഇവിടെ 40 എന്ന് വെച്ചാൽ 8ൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ പറഞ്ഞാൽ 8 × 5 40 അല്ലേ. കണ്ടില്ലേ ഇവിടെയും 40. ഇതുപോലെ എല്ലാം അവർ 8ൻ്റെ ഇതാണ് ഫോളോ ചെയ്ത് പോയിരിക്കുക. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. 8 ആണെങ്കിൽ ഫുള്ള് നമ്മൾ 8ൻ്റെ രീതിയിൽ ഫോളോ ചെയ്ത് പോകണം. 4 ആണെങ്കിൽ കംപ്ലീറ്റ് 4ൻ്റെ ഇതിൽ ഫോളോ ചെയ്ത് പോകണം. ഇപ്പോൾ നമ്മൾ ലേഔട്ട് ഗ്രിഡ് ചെയ്യണ സമയത്ത് ലേഔട്ട് ഗ്രിഡല്ലേ അത് ചെയ്യണ സമയത്ത് നമ്മളിപ്പോൾ 8 ആണ്. ഇതിൽ വന്നിട്ട് നമുക്ക് 4 ചെയ്താലും കുഴപ്പമില്ല. ലേഔട്ട് ഗ്രിഡിൽ 4 ചെയ്തിട്ട് ഇതിൽ വന്നിട്ട് നമ്മൾ 8 ചെയ്താലും കുഴപ്പമില്ല. അവിടെ നമുക്ക് ജസ്റ്റ് ഡമ്മി ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഇതൊരു മൊബൈലിൻ്റെ വെർഷനാണ്. മൊബൈലിൽ നമ്മളെപ്പോഴും ലേഔട്ട് ഗ്രിഡ് ചെയ്യണത് എത്രയാണ്? 4 ആയിരിക്കും നമ്മൾ ചെയ്യണത്. അത് നമ്മൾ കണ്ടെയ്നർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടെയ്നർ വെച്ചിട്ട് ആ രീതി കണ്ടെയ്നർ സെറ്റ് ചെയ്ത് ആ രീതിയിൽ തന്നെയാണ് ചെയ്യണത്. ഇനി ഇവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ നോക്കിക്കോണം. ഇതിപ്പോൾ ഇതൊരു കണ്ടെയ്നറാണ്. അടുത്ത ഈ 2 ബോക്സ് എനിക്ക് വേണ്ടത് ഒരു 8 പിക്സൽ ഗ്രിഡിലാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ഞാൻ സെലക്ട് ചെയ്തു. ഇതേപോലെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനെ സെലക്ട് ചെയ്യുക. 1 2 3 4 കണ്ടില്ലേ. ഇപ്പോൾ ഇത് 24 ആയി, ഇത് 24 ആയി. ഇത് തമ്മിലുള്ള ഗ്യാപ്പോ അതും 24 ആണ്. ഇവിടെ എനിക്ക് കുറച്ച് കൂടുതൽ ഗ്യാപ്പ് വേണമെങ്കിൽ 32 അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ചെയ്യണത്. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോജക്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.